മൂവി അറിയില്ല? അന്നയും റസൂൽ എന്നാണ് സിനിമയിലെ പേര്. മൊയ്തീനല്ല, അജു അല്ല പേര്. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളത്തിലെ കുറച്ച് റൊമാൻറ്റിക് മൂവീസ് കാണിക്കും, അതിലെ ക്യാരക്ടേഴ്സിന്റെ പേര് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നവർക്ക് ഒരു 500 rupees വിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയാലോ? ഇത് മൂവിയാണ് ഗസ് ചെയ്യണ്ടേ? അല്ല, ക്യാരക്ടർ. സച്ചിൻ പേരെന്തായിരുന്നു? റീനു സച്ചിൻ. സച്ചിനും റീനു. നെക്സ്റ്റ് വൺ. അജു. അർജുൻ സേറ. ഉറപ്പാണോ? പേര് മൂവി അറിയോ? അറിയില്ല. ദർശന. ഇത് ദർശനറിയാം. നിത്യ ചന്ദ്രചൂട്. ബെന്നി അല്ല, ആ വിളിയിൽ തന്നെ ഉണ്ട്. ഒരു 150 വട്ടം വിളിക്കുന്നുണ്ട് പടത്തില്. ഈ മൂവി കണ്ടിട്ടില്ല. ഈ മൂവി അറിയില്ല? അന്നയും റസൂൽ എന്നാണ് സിനിമയിലെ പേര്. ഓക്കെ, അപ്പൊ അന്നയും റസൂൽ. ഓക്കെ. ഉണ്ണി എന്നാണ് വീട്ടിൽ വിളിക്കണ പേര്. അതെ, കൊച്ചി രാജാവ്. പേര് മറന്നുപോയി. ഇത് അബ്ദുലിന്റെ ഐഷ. ഐഷ തട്ടത്തിന് പറയുന്നതാണ്. മൊയ്തീനല്ല. ഐഷ, വിനോദ്. പൂജ, ഗിരി. ഓ, ഗിരിയും പൂജയും. ഇത് ഗിരിയും ഇതറിയൂ? പൂജയും. സമറും ബദല. അഭിരാമി. ഓക്കെ. ബെന്നി. സിമ്പിളാ, ടെൻഷൻ ആക്കല്ലേ. ഓക്കെ, ലാസ്റ്റ് വൺ. ഡെന്നിസ്. അതെ, അഭിരാമിക്ക് വേറെ പേരുകൂടെ ഉണ്ട്. 500 rupees വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ബേബിയും. കമോൺ. എന്റെ പേരെന്തായിരുന്നു? ബോബി. ഓക്കെ. ഏതെങ്കിലും മൂവി ക്യാരക്ടറിനെ ലൈഫ് പാർട്ണർ ആക്കാൻ പറ്റിയാൽ ആരെ ചൂസ് ചെയ്യുമായിരിക്കും? എനിക്ക് ടൊവിനോ ഇഷ്ടമാണ്. ഏത് സിനിമയിലെ ടൊവിനോയുടെ ക്യാരക്ടറാണ്? മായാനദി. നിവിൻ പോളിയുടെ മറ്റേ പ്രേമം. തട്ടത്തിൽ. ഓ, തട്ടത്തിന് പറയുന്നു. ഇത് ഓം ശാന്തി ഓഷനിലുള്ള ഗിരിയോ? നസ്ലിന്. ഏതിൽ നസ്ലിന്? പ്രേമലൂല്. ഓം ശാന്തിയുടെ നസ്രിയ. അപ്പോ പാർട്ണറെ പറ്റിയിട്ടും വെഡിങ് പ്ലാൻസ് ഒക്കെ എന്താണ്? ലൈക്ക് എങ്ങനെ ആയിരിക്കണം? നൈസ് ക്വസ്റ്റ്യൻ. നല്ലൊരു ആളായിരിക്കണം, കൈൻഡ് ആയിരിക്കണം, അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. പിന്നെ ഒരു നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവണം. ലവ് പ്ലസ് അറേഞ്ച് ആണ് താല്പര്യം. ലുക്കൊന്നും വേണ്ട, സ്വഭാവം നന്നായാൽ മതി, അത്രേ നോക്കുന്നുള്ളൂ. എക്സ്പെക്ട് ചെയ്ത് കൊള്ളാവണം എന്തിനാ? ലൈക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അതന്നെ, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ് ആയി മാച്ചാന്ന് തോന്നിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ആയിരിക്കണം. ഒരു ആ ടൈപ്പ് ഒരു ഫ്രണ്ട്ഷിപ്പും ലവും എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരാളായിരിക്കണം പാർട്ട്ണർ. കാണുമ്പോ സ്പാർക്ക് അടിക്കണം. അപ്പോ കേരള മാട്രിമോണിയെ പറ്റി അറിയോ? എന്റെ ചേട്ടന് അതിൽ പ്രൊഫൈൽ ഉണ്ട്, ബ്രദർ. ഓക്കെ. കേരള മാട്രിമോണി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമുക്ക് ലക്ഷക്കണക്കിന് കുറെ പ്രൊഫൈൽസ് ഒക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടവും അതൊക്കെ നോക്കിയിട്ട് ഭയങ്കര വെരിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് യൂസേഴ്സ് ഉള്ള നമ്മുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ചുള്ള പാർട്ണറെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ചാറ്റ് ചെയ്യാം, വീഡിയോ ചാറ്റ് ഒക്കെ ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് പാർട്ണറെ ചൂസ് ചെയ്യാം. കേരള മാട്രിമോണിയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് പ്രൊഫൈലുകൾ ഫിൽട്ടർ ചെയ്യാനും അവരുമായിട്ട് ചാറ്റ്, വീഡിയോ കോൾ വഴി പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. എന്തുകൊണ്ട് കേരള മാട്രിമോണി ട്രൈ ചെയ്തുകൂടാ? ചെയ്യാം, ഡെഫിനറ്റ്ലി ചെയ്യാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാവോ? ഡൗൺലോഡ് ചെയ്ത് എപ്പോഴും ആവശ്യം വന്നാലൊരു നോക്കാവോ പ്ലേ സ്റ്റോറിൽ. മാട്രിമോണി ഇൻസ്റ്റാൾ ചെയ്ത് പെർഫെക്റ്റ് പാർട്ണറെ കണ്ടെത്തും. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. അപ്പോൾ കേരള മാട്രിമോണി ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ ഇതുപോലൊരു പാർട്ണറാണോ നിങ്ങളും തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് കേരള മാട്രിമോണി രജിസ്റ്റർ ചെയ്തുകൂടാ? ലക്ഷക്കണക്കിന് പ്രൊഫൈലുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ മാട്രിമോണി സർവീസാണ് കേരള മാട്രിമോണി. കേരള മാട്രിമോണിയിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് പ്രൊഫൈലുകൾ ഫിൽട്ടർ ചെയ്യാനും അവരുമായിട്ട് ചാറ്റ്, വീഡിയോ കോൾ വഴി പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് സക്സസ് സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത കേരള മാട്രിമോണി വഴി നിങ്ങളുടെ പാർട്ണറെ സെലക്ട് ചെയ്യൂ ഇന്ന് തന്നെ.